നമ്മുടെയൊക്കെ കുട്ടിക്കാലം അത്രയും മനോഹരമാക്കിയ ഒരു കൂട്ടുകെട്ടാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട്. ആ സിനിമകൾ കണ്ട് വളർന്നു വലുതായപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതെല്ലാം ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയടികളായിരുന്നുവെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കോപ്പിയടി അത്ര മോശം പരിപാടിയാണോ? പ്രിയദർശൻ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും അയ്യേ ഇത് കോപ്പിയടിച്ചതാണ്, പ്രിയദർശന് കഴിവൊന്നുമില്ല എന്ന് ആരും പറയില്ല. കാരണം അദ്ദേഹം അത് കോപ്പിയടിച്ചിട്ട് അദ്ദേഹത്തിന്റെ രീതിയിലാണ് മലയാളത്തിൽ പ്രേക്ഷകർക്ക് നൽകുന്നത്. ഹോളിവുഡ് സിനിമയിലെ കോമഡികൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് ചിരി വരുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് പ്രിയദർശൻ എന്ന അതുല്യ കലാകാരന്റെ കഴിവ്. മലയാളി പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞാണ് അദ്ദേഹം സിനിമ എടുക്കുന്നത്. ഇന്നിറങ്ങുന്ന പല സിനിമകളും ഏതെങ്കിലുമൊക്കെ സിനിമയുടെയോ ബുക്കിന്റെയോ ഒക്കെ ഇൻസ്പിറേഷൻ ആണ്. പക്ഷേ അതൊക്കെ കോപ്പിയടിയാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം. വെൽക്കം ടു സ്റ്റോറി ടെയിൽസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദിയുണ്ടേ. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് അനിരുദ്ധ് എന്ന സംഗീത സംവിധായകനിൽ നിന്ന് തുടങ്ങാം. ഇന്ന് അനിരുദ്ധിന്റെ ഏത് പാട്ട് ഇറങ്ങിയാലും ഉടനെ പല ഹേറ്റേഴ്സും അയ്യേ ഇത് മറ്റേ പാട്ടല്ലേ, സ്വന്തമായിട്ട് കയ്യിലൊന്നും ഇല്ലേ അനിരുദ്ധേ, സ്വന്തം പാട്ടിൽ നിന്ന് തന്നെ അനിരുദ്ധ് കോപ്പി അടിക്കുന്നു എന്നുള്ള പല വിമർശനങ്ങളും ഉയരും. ഈ അടുത്തിറങ്ങിയ ദേവരയുടെ ഫിയർ സോങ് ഇറങ്ങിയപ്പോൾ വന്ന വിമർശനം ഇത് ലിയോയിലെ ബാഡാസ് തന്നെ അല്ലേ എന്നാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സപ്പോസ് അത് ഒരേപോലെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരിക്കലും ജനങ്ങൾ അത് രണ്ടും ഒരേ പാട്ടല്ലേ എങ്കിൽ പിന്നെ ഒരെണ്ണം മാത്രം പ്ലേ ചെയ്താൽ മതി, രണ്ട് പാട്ടും ആസ്വദിക്കാലോ എന്നൊരിക്കലും പറയില്ല. ഫിയർ സോങ് കേൾക്കുമ്പോൾ കിട്ടുന്ന കിക്ക് ഒരിക്കലും ബാഡാസ് കേൾക്കുമ്പോൾ കിട്ടില്ല. ബാഡാസ് കേൾക്കുമ്പോൾ ഉള്ള കിക്ക് ഒരിക്കലും ദേവര കേൾക്കുമ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ഒരു ട്യൂണ് വല്ലതും ഒരേപോലെ ആയിരിക്കാം, പക്ഷേ അറ്റ് ദ എൻഡ് ജനങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്ന ജനങ്ങൾക്ക് ഒരു ആവേശവും രോമാഞ്ചവും ഉണ്ടാവുന്നുണ്ടോ? ജിമ്മിൽ വെച്ച് 10 കിലോയുടെ ഡമ്പൽ എടുത്ത് പൊക്കുന്ന യുവാവിന് 20 കിലോ പൊക്കാനുള്ള പ്രചോദനം ഈ പാട്ടുകൾ കാരണം ഉണ്ടാവുന്നുണ്ടോ? അതിലാണ് കാര്യം. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യവും. ഇപ്പൊ സപ്പോസ് DC-യുടെ കടുത്ത ആരാധകനാണ് ലോകേഷ്. ലോകേഷിന്റെ വിക്രം എന്ന സിനിമയിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ബാറ്റ്മാൻ ദി ഡാർക്ക് നൈറ്റിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മൾ കാര്യമാക്കിയില്ല. കാരണം അവിടെയാണ് ലോകേഷ് കനകരാജ് എന്ന സംവിധായകന്റെ ബ്രില്യൻസ്. പുള്ളി കാണുന്ന പ്രേക്ഷകരെ ആദ്യമേ തന്നെ സീറ്റ് എഡ്ജ് മൊമെന്റിൽ കൊണ്ടു നിർത്തി. ശേഷം അദ്ദേഹം നമ്മളെ ഇമോഷണലി ലോക്കാക്കി. അതിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ഗംഭീര ഹൈ മൊമെന്റ്സും തന്നു. അവിടെയാണ് ഒരു സംവിധായകന്റെ വിജയം. പക്ഷെ അറ്റ്ലി എന്ന സംവിധായകൻ ജവാനിൽ ചെയ്തത് സീൻ ബൈ സീൻ ഇമോഷണലി ലോക്കാക്കാതെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. മിർസലിൽ ചെയ്തു വെച്ച അതേ സ്റ്റണ്ടും സീനും കോപ്പി പേസ്റ്റ് ചെയ്ത് നായകനെ മാത്രം മാറ്റിയപ്പോഴാണ് അത് നമുക്ക് വർക്കാവാത്തത്. തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയിൽ വർക്കായി, കാരണം അവർ ഒരിക്കലും മിർസൽ എന്ന സിനിമ കണ്ടു കാണില്ല. സാക്ഷാൽ രാജമൗലി സീൻ ബൈ സീൻ ബാഹുബലിയിൽ കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആദ്യം തന്നെ പ്രേക്ഷകരെ ആ ലോകത്തേക്ക് കൊണ്ടുപോയി. ആ രാജ്യം ബെല്ലാൽ ദേവനെ കൊന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്നുള്ളത് ദേവസേനയുടെയും ബാഹുബലിയുടെയും കട്ടപ്പയുടെ ആവശ്യം പോലെ കാണുന്ന പ്രേക്ഷകരുടെയും ആവശ്യമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ സമയം ഇതൊക്കെ കോപ്പേടിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള നേരം പോലും ഇല്ല. അവിടെയാണ് ഒരു ഡയറക്ടർ വിജയിക്കുന്നത്. ഒറിജിനൽ കണ്ടന്റിന്റെ കോപ്പി അടിച്ച് അത് സ്വന്തം രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതവിടെ വിജയിക്കും. രാജമൗലി കോപ്പി അടിച്ചെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Yes, I do. That's obvious. Most of you know that. ഒരു ഈച്ചയെ വെച്ച് പോലും അദ്ദേഹത്തിന് പ്രേക്ഷകരായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അസാധ്യ കഴിവുണ്ട്. സാക്ഷാൽ ക്വിന്റൻ ടാരന്റിനോ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും ഞാൻ മോഷ്ടിക്കും. ഏറ്റവും മികച്ചവൻ ഏറ്റവും മികച്ചതിൽ നിന്ന് മോഷ്ടിക്കും. അത് സ്വന്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് കോപ്പിയടി ഒരു തെറ്റോ കുറ്റമോ അല്ല. പൈസ കൊടുത്ത് കാണുന്ന പ്രേക്ഷകർക്ക് സിനിമ കണക്ട് ചെയ്യാൻ പറ്റിയാൽ പിന്നെ കോപ്പിയടിയിലൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എന്തിറങ്ങിയാലും കോപ്പിയടിയാണെന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കുന്നവർ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പഠിക്കൂ. ഒന്നുമില്ലെങ്കിലും നമ്മളിലേക്ക് കുട്ടിക്കാലം അത്രയും മനോഹരമാക്കിയ ഒരാളാണ് പ്രിയദർശൻ സാർ. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച ആളാണ് രാജമൗലി സാർ. നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഈ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചതിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുബായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കമന്റിൽ അറിയിച്ചാൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം അത് ഞങ്ങൾ വീഡിയോസ് ആക്കി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.